അല്ല, ഇത് ഞങ്ങളെ സമരം എന്ന് പറഞ്ഞാൽ കേവലം ഒരു 5 പേര് അവിടുത്തെ ഡയറക്ടർ ബോർഡിൽ ആളെ പുറത്താക്കിയൊന്നും കാര്യമില്ല. ഇതിന്റെ മുഖ്യ സൂത്രധാരൻ MK രാഘവൻ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയുടെ MP ആയ ഈ മാടായി കോളേജിന്റെ ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ പേരിൽ നടപടി കൈക്കൊള്ളുന്നത് വരെ ഞങ്ങൾ ഞങ്ങളുടെ സമരവുമായിട്ട് മുന്നോട്ട് പോകും. നിയമനം പുനഃപരിശോധിക്കണം. രാഘവനാണ് നമ്പർ 1 കൊള്ളക്കാരൻ. നിയമനം പുനഃപരിശോധിക്കണം. വലിയ പ്രതിഷേധങ്ങൾ നിങ്ങൾ പല ഘട്ടത്തിൽ ഉയർത്തി. അതായത് ഇതിന്റെ ഇന്റർവ്യൂ വന്ന സമയത്ത് തന്നെ വന്നു. പക്ഷെ അവരെയൊക്കെ പുറത്താക്കുകയാണ് ചെയ്തത്. ഏതെങ്കിലും തരത്തിൽ ഇതൊന്നും അയാൾക്ക് നിയമനം കൊടുക്കാതിരിക്കാനുള്ള നീക്കം ഉണ്ടായില്ല. ഇല്ല, പാർട്ടിയുടെ DCC പാർട്ടി ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ MK രാഘവനായിട്ട് സംസാരിക്കാനാണ് നമ്മൾ പോയപ്പോൾ അയാളെ ധിക്കാരഭയമായി സംസാരിച്ചു. അദ്ദേഹം പെട്ടെന്ന് തന്നെ നമുക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി നിലകൊണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുഞ്ഞിമംഗലത്ത് വെച്ച് വലിയൊരു പ്രകടനം നടത്താൻ വേണ്ടി ഇന്നലെ തീരുമാനിച്ചതാണ്. പക്ഷേ ഒരു തരത്തിലും പാർട്ടിക്കെതിരെ ഒരു പ്രകടനം നടത്താൻ പാടില്ല എന്നുള്ള ഒരു ആത്മാർത്ഥതയുള്ള പാർട്ടി പ്രവർത്തകരായതാണ് നമ്മളൊക്കെ. ആ ആത്മാർത്ഥതയുടെ പുറത്താണ് ഇന്നലെ ആ പ്രകടനം മാറ്റിവെച്ചത്. DCC തന്ന ഉറപ്പിന്റെ പുറത്താണ് നമ്മൾ ആ പ്രകടനം മാറ്റിവെച്ചത്. DCCയുടെ വാക്ക് പോലും ചെവി കൊള്ളാതെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നടക്കൂ എന്നുള്ള MK രാഘവന്റെ ധിക്കാരമായ നടപടിക്കെതിരെയാണ് ഇന്ന് നമ്മളിന്ന് പ്രകടനം നടത്തിയത്. ഒരു വിട്ടുവീഴ്ചയുമില്ല. ഈ MK രാഘവൻ MPയെ പുള്ളിയെ MP സ്ഥാനത്ത് നിന്നല്ല, അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുക്കണം. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അതിൻ്റെ ഏതറ്റം വരെ സമരത്തിന് പോകാൻ ഈ കല്യാശ്ശേരിയിലെയും പയ്യന്നൂരിലെയും എന്തിനു പറയുന്ന ഈ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ അങ്ങ് നിങ്ങത്തോളമുള്ള ഒരുപാട് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പ്രവർത്തകരുണ്ട്. അവരൊക്കെ ഒന്നടങ്കം ആവശ്യപ്പെടുന്ന ഇത് തന്നെയാണ്. കോൺഗ്രസിനെ വിറ്റ് കാശാക്കുന്ന ഒരു നേതാവിനെ പോലും ഈ അനുവദിക്കാൻ പാടില്ല എന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ ഈ പ്രവർത്തകർ തയ്യാറാണ്. ശക്തമായ നമ്മൾ ചില തീരുമാനിച്ചില്ല. അയാൾ നിയമനം റദ്ദ് ചെയ്യുന്നില്ലെങ്കിൽ അയാളെ ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ എന്തായാലും അയാൾ തടയും. അയാളെ മാത്രമല്ല ഈ ഡയറക്ടർമാരുടെ എല്ലാവരെയും നമ്മൾ ആ നിയമനം റദ്ദാക്കുന്നവർ അവരൊരു കോൺഗ്രസിന്റെ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ അനുവദിക്കില്ല. അതാണ് നമ്മൾ തീരുമാനം. അത് പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇന്ന് 11 മണി വരെ പിൻവലിക്കുന്നുണ്ട്. ഇതുവരെ പിൻവലിച്ചിട്ടില്ല. പിൻവലിക്കോ ഇല്ലോ നോക്കാം. നമുക്ക് ബാക്കി നടപടി ഇന്ന് ഈ പരിപാടി നടത്തിക്കൊണ്ട് ബാക്കിയുള്ളവരുടെ നടപടിയാണ് നമുക്കറിയില്ല. എന്തായാലും നമ്മൾ ശക്തമായ സമരം ഉണ്ടാവും. ഈ ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ ഒരു നിയമനം നടത്തി കഴിഞ്ഞാൽ ഇന്നലെ ഇന്റർവ്യൂ നടക്കുന്നത് ശനിയാഴ്ച. ഇതിന്റെ ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. തിങ്കളാഴ്ച ശനിയാഴ്ച രാവിലെ നിയമനം ഇന്റർവ്യൂ നടക്കുന്നു. വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഇന്റർവ്യൂ കഴിയുന്നു. പിറ്റേ ദിവസം ഞായറാഴ്ച നമ്മുടെ പ്രതിഷേധ പരിപാടി. അതിന്റെ അടുത്ത ദിവസം തിങ്കളാഴ്ച ഇന്ന് രാവിലെ എല്ലാ ഓഫീസുകളും തുറക്കൽ ഏകദേശം 9:30-ക്കാണ്. ഇന്ന് MK രാഘവന് വേണ്ടി ആ ഓഫീസ് 7 മണിക്ക് തുറന്നിട്ടാണ് അവരെ കൊണ്ട് ഒപ്പിടിച്ചിന് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. 10 മണിക്കല്ല ഒപ്പിട്ടത്, 7 മണിക്ക് തന്നെ MK രാഘവന് വേണ്ടി. എന്നുവെച്ചാൽ അയാളൊരു ധാർഷ്ട്യാണത്. എനിക്ക് മേലെ ഒരാളുമില്ല, എന്നോട് ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതൊരു ചിന്താഗതിയില്ല. ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ അങ്ങനെ ഒരുത്തനും ഞാനാണ് ഇതിന്റെ ആള്, ഞാൻ വിചാരിച്ചതേ നടക്കൂ എന്ന് പറയാൻ ഇവിടെയില്ല. സാധാരണ കോൺഗ്രസ് ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരൻ ഒരിക്കലും സമ്മതിക്കില്ല. അതിലൊരു സംശയവും വേണ്ട. പണം വാങ്ങി നടത്തിയ നിയമനമാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും പണം വാങ്ങിച്ചിട്ടാണ്. 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെ വാങ്ങിച്ചിട്ടുണ്ട് ഓരോ നിയമനത്തിൽ. ഈ 4 നിയമനത്തിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? 4 നിയമനത്തിലല്ല, 3 നിയമനത്തിൽ. ഒരു നിയമനം ഒരു കോൺഗ്രസ്സുകാരനാണ്. അതിലിപ്പോൾ 4 ആൾ കയറിയാൽ ഒരുത്തം കോൺഗ്രസ്സുകാരനാണ്. അല്ല, നമ്മൾ പറയുന്നില്ല. ബാക്കി എല്ലാം CPM-മായി ബന്ധപ്പെട്ടവരാണ്. അത് വെച്ചാൽ CPM ബന്ധം എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ടർമാരുടെ ബന്ധുക്കളാണ് എല്ലാവരും. 3 ആൾ ബന്ധു നിയമനം കൂടിയാണ്. പണവുമായി